അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് എ ആണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് സെറ്റ് എസ് ഓഫ് ഇൻറ്റിജേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 7 ഓർ നോട്ട്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഒരു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് a1 a2 എക്സെട്ര an അതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് ആവണമെങ്കിൽ a1നെ a2നെ എക്സെട്ര anനെ ഈ നമ്പേഴ്സിനെ n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയായിരിക്കണം? 0 1 2 3 എക്സെട്ര n-1 വരെയുള്ളതായിരിക്കണം, ഏതെങ്കിലും ഒരു ഓർഡറിൽ. ഓക്കെ, ഇൻ സം ഓർഡർ. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. നമുക്ക് ആദ്യം 12 എടുക്കാം. 12നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? അതായത് ഫസ്റ്റ് നമ്പർ -12 ആണ്. അപ്പോൾ -12 കോൺഗ്രുവൻറ്റ് ടു വിച്ച് നമ്പർ മോഡ് 7? അതാണ് ക്വസ്റ്റ്യൻ. -12നോട് എന്ത് ചെയ്താൽ ഇവിടെ ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ വരും? ഇവിടെ 2 എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ -12 -2 അല്ലേ? -14. -14 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. അപ്പം ഇവിടുത്തെ റിമൈൻഡർ 2 കിട്ടി. ഇനി -4 എടുക്കുക. അപ്പം -4 കോൺഗ്രുവൻറ്റ് ടു വിച്ച് നമ്പർ മോഡ് 7? ഏത് നമ്പർ ആയിരിക്കും? ഇവിടെ 3 തന്നെ എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ -4 -3 എന്ന് പറയുമ്പോൾ -7 വരും. -7 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഇനി 11 കോൺഗ്രുവൻറ്റ് ടു ഏത് നമ്പർ മോഡ് 7 ആയിരിക്കും? 11 -4 അല്ലേ? 11 -4 7 വരും. അപ്പോൾ ഇവിടെ 4 എഴുതുക. 11 കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 7. 11 -4 7 കിട്ടും. 7 മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ഇനി 13 കോൺഗ്രുവൻറ്റ് ടു 13ൻ്റെ കൂടെ എന്ത് ചെയ്യണം? സിക്സ് സെപ്പറേറ്റ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ 13 കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 7. ഇനി 22 കോൺഗ്രുവൻറ്റ് ടു എന്തായിരിക്കും? 22ൻ്റെ അടുത്തുള്ള എന്താ മൾട്ടിപ്പിൾ ഓഫ് 7? 21 ആണ് അല്ലേ? അപ്പോൾ 22 -1 ചെയ്താൽ 21 കിട്ടും. 22 കോൺഗ്രുവൻറ്റ് ടു 21, 22 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7. ഇനി 82ൻ്റെ അടുത്തുള്ള മൾട്ടിപ്പിൾ ഏതാണ്? 7ൻ്റെ 82 77 ആണുള്ളത്. അപ്പോൾ -5 ചെയ്താൽ 77 കിട്ടും. അപ്പോൾ 82 കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 7. ഇനി ഫൈനലി 91ൻ്റെ അടുത്തുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 91 തന്നെ 7ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? അപ്പോൾ 91 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 7 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു, 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? 0 തൊട്ട് n-1 വരെ. ഇവിടെ n-ന് വേണ്ട 7 ആണ്. അപ്പോൾ 0 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സുമായിട്ട് ഈ നമ്പേഴ്സ് എല്ലാം കോൺഗ്രുവൻ്റ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ സെറ്റ് അല്ലെങ്കിൽ എഴുതാം എവ്രി ഇൻറ്റിജർ in the set is -12, -4, 11, 13, 22, 82, 91,
is congruent modulo 7 2 0 1 2 3 4 5 6 in some order. Therefore S is a complete set of residue modulo 7. അപ്പോൾ ഈ തന്നിട്ടുള്ള സെറ്റ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 7 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് phi of 3n equal to 3 into phi of n if and only if 3 divides n. അപ്പോൾ if and only if കണ്ടീഷനാണ്, രണ്ട് സൈഡിലേക്കും പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം phi of 3n equal to 3 into phi of n എന്ന് അസ്യൂം ചെയ്യാം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് 3 divides n. കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇഫ് പോസിബിൾ, പറ്റുമെങ്കിൽ 3 ഡസ് നോട്ട് ഡിവൈഡ് n എന്ന് അസ്യൂം ചെയ്യാം. 3 n-നെ ഡിവൈഡ് ചെയ്യില്ല എന്ന് വിചാരിക്കാം. ദെൻ ഇപ്പോൾ phi of 3n 3n-നെ ഡിവൈഡ് ചെയ്യില്ല. phi ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ 3ഉം n-ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? phi of 3n-നെ phi of 3 into phi of n എന്ന് എഴുതാം. phi of 3 എത്രയാണ്? നമ്പർ ഓഫ് നമ്പേഴ്സ് ലെസ് ദാൻ n ആൻഡ് പ്രൈം ടു ഇറ്റ്. രണ്ടെണ്ണം ഉണ്ട് അല്ലേ, 1ഉം 2ഉം. അപ്പോൾ 2 phi of 3 2 ആണ്. അപ്പോൾ 2 into phi of n എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ? phi of 3n 3 into phi of n ആണ്. phi of 3n 2 into phi of n ആണ്. ഓക്കെ, അതായത് 3 into phi of n ഈക്വൽ ടു 2 into phi of n എന്ന് കിട്ടി. അത് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? phi of n കട്ട് ചെയ്ത് കളഞ്ഞാൽ 3 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ വന്നു, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. Thus 3 divides n. 3 does not divide ആകാൻ പറ്റില്ല. 3 divides n. അപ്പോൾ ഒരു പാർട്ട് പ്രൂവ് ആയി. ഇനി തിരിച്ച് എന്ത് ചെയ്യുക? തിരിച്ച് പ്രൂവ് ചെയ്യുക. അസ്യൂം കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് 3 divides n. എന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് phi of 3n ഈക്വൽ ടു 3 into phi of n. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ 3 വെച്ച് n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ n-ൽ എന്തുണ്ട്? 3യുടെ ഒരു ഫാക്ടറുണ്ട്. 3 എന്ന് പറഞ്ഞൊരു ഫാക്ടർ n-ലുണ്ട് അല്ലേ, 3യുടെ മൾട്ടിപ്പിളാണ് n. അപ്പോൾ n-ന് എന്ത് ഫോം ആയിരിക്കും? 3 into സം നമ്പർ എന്നുള്ള ഫോം ആയിരിക്കും. ചിലപ്പോൾ 3 മാത്രമായിരിക്കില്ല, 3യുടെ ഒരു പവർ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ 3 square into k ആയിരിക്കാം, അല്ലെങ്കിൽ 3 raised to 4 into വേറെ k ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ ഫോമായിട്ട് നമുക്ക് 3 raised to സം k into m എന്നുള്ള ഫോമാണ് n-നുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, 3 എന്നുള്ളതൊരു ഫാക്ടറായിട്ടുണ്ടല്ലോ, അപ്പോൾ 3യുടെ ഒരു പവറും ചിലപ്പോൾ വരാം. അപ്പോൾ n-ന് 3 raised to k into m എന്നുള്ള ഫോമാണെന്ന് വിചാരിക്കുക. അത് മാത്രമല്ല m-ഉം 3യും കൂടി റിലേറ്റീവ്ലി പ്രൈമാണ്. പ്രൈം അല്ലെങ്കിൽ വീണ്ടും 3 വരുമല്ലോ എമ്മിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ 3നെ വീണ്ടും പുറത്തേക്കെടുത്ത് ആ കെയുടെ ഒപ്പം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ഫോമിൻ്റെ പ്രത്യേകത GCD of 3 and m ഈക്വൽ ടു 1 എന്നാണ്. അതുപോലെ k എന്നുള്ളത് ഡിറ്റർമിനർ ഈക്വൽ ടു 1 എന്നും കൂടിയാണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി phi of n കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? phi of n, n-ൻ്റെ വാല്യൂ എന്താ? 3 raised to k into m. ഇവിടെ 3ഉം m-ഉം കൂടി റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൂടാതെ phi മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക അതിനെ. phi of 3 raised to k into phi of m എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി phi of 3 raised to k എന്താ? ഓർക്കുക, phi of a raised to
സം എ റേസ് ടു എൻ. ഇതിൻ്റെ ഫോർമുല വരുന്നത് എ റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് 1/a എന്നാണ്. അത് ഓർക്കുക. അത് ഉപയോഗിച്ചുകൂടെ എന്തെഴുതും? 5 ഓഫ് 3 റേസ് ടു കെയിനാ 3 റേസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1/3 ഓക്കെ ഇൻറ്റു 5 ഓഫ് എം. അതായത് 3 റേസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1/3 എന്താ? 2/3 ഇൻറ്റു 5 ഓഫ് എം. അതായത് 3 റേസ് ടു കെ കട്ട് ചെയ്യുക, കെ മൈനസ് 1 3 കട്ട് ചെയ്യുക, ഒരു 3 മോളിൽ കുറക്കുക ഇൻറ്റു 2 ഇൻറ്റു 5 ഓഫ് എം. അതായത് ദാറ്റ് ഈസ് 5 ഓഫ് എൻ ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 5 ഓഫ് എം എന്ന് കിട്ടി. ഇനി 5 ഓഫ് 3n കണ്ടുപിടിക്കുക. 5 ഓഫ് 3n എന്ന് വെച്ചാൽ 5 ഓഫ് 3 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ എന്താ? 3 റേസ് ടു കെ ഇൻറ്റു എം. രണ്ട് 3യും കൂടി കമ്പൈൻ ചെയ്യുക. അപ്പോൾ 5 ഓഫ് 3 റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു എം. ഇനി വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. 5 ഓഫ് 3 റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു 5 ഓഫ് എം. ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ടാണ്. എല്ലാ നമ്പേഴ്സും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും ഈ ഫോർമുല ഇവിടെ അപ്ലൈ 5യുടെ ഫോർമുല. അപ്പോൾ 3 റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 1/3 എന്ന് വരും ഇൻറ്റു 5 ഓഫ് എം ഈക്വൽ ടു 3 റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു 2/3 ഇൻറ്റു 5 ഓഫ് എം. ഒരു 3 വീണ്ടും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ 3 റേസ് ടു കെ ഇൻറ്റു 2 ഇൻറ്റു 5 ഓഫ് എം എന്ന് വരും. ഇനി നമുക്ക് 3 റേസ് ടു കെയിനെ 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു കെ എന്ന് എഴുതാം, ഇൻറ്റു 3 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു 3, രണ്ട് 3യും കൂടി കെ ആയിക്കോളും ഇൻറ്റു 2 ഇൻറ്റു 5 ഓഫ് എം ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 5 ഓഫ് എം. പക്ഷേ ഈ 2 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 5 ഓഫ് എം എന്താ? 5 ഓഫ് എൻ ആണത്. അപ്പോൾ അതിന് ഒരു 5 ഓഫ് എൻ എന്ന് കൊടുക്കുക ഈക്വൽ ടു 3 ഇൻറ്റു 5 ഓഫ് എൻ. ദാറ്റ് ഈസ് 5 ഓഫ് 3n ഈക്വൽ ടു 3 ഇൻറ്റു 5 ഓഫ് എൻ. ഇപ്പോൾ നമ്മളുടെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. Hence 5 of 3n equal to 3 into 5 of n if and only if 3 divides n. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ കോൺഗ്രുവൻസ് a raised to 7 congruent to a mod 42. അപ്പോൾ നേരത്തെ ഇത് കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? a raised to 7 മൈനസ് a കൺസിഡർ ചെയ്യാം. a പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് a raised to 6 മൈനസ് 1 എന്നാക്കുക. ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യുക. a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ പിന്നെ a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. അതിനു മുമ്പായിട്ട് നമുക്ക് 42-നെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 42-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 21 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 7 വരും അല്ലേ? അപ്പോൾ 42-നെ 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് എഴുതാം. എന്നിട്ട് ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുക. a ക്യൂബ് മൈനസ് 1 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. a ഇൻറ്റു a ക്യൂബ് പ്ലസ് 1 ഇൻറ്റു ഇത് എക്സ് ക്യൂബ് മൈനസ് 1 എന്നുള്ള ഫോമില്ല. അപ്പോൾ ഇത് നമുക്ക് a മൈനസ് 1 ഇൻറ്റു a സ്ക്വയർ പ്ലസ് a പ്ലസ് 1 അങ്ങനെ എഴുതാം. അപ്പോൾ ഇത് ആക്ച്വലി a മൈനസ് 1 ഇൻറ്റു a ഇൻറ്റു a ക്യൂബ് പ്ലസ് 1 ഇൻറ്റു a സ്ക്വയർ പ്ലസ് a പ്ലസ് 1 എന്നുള്ള ഫോമിലായി. ഇത് ആക്ച്വലി രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്, എയും a മൈനസ് 1ഉം. അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സാണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും. അതായത് a റേസ് ടു 7 മൈനസ് a
മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് വെച്ചാൽ എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 2 എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, 3ഉം 7ഉം വെച്ച് ചെയ്യണം. എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 3 എന്നും കിട്ടണം, എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7 എന്നും കിട്ടണം. അപ്പോൾ ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. 3 ഒരു പ്രൈം നമ്പർ ആണല്ലോ, 3 പ്രൈമാണ്. ഇഫ് 3 ഡിവൈഡ്സ് എ, 3 എനെ ഡിവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. ദെൻ എ റേസ് ടു 7നെയും 3 ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡ്സ് എ റേസ് ടു 7 മൈനസ് എ എന്ന് വെച്ചാൽ എ റേസ് ടു 7 മൈനസ് എ കോൺഗ്രുവൻറ്റ്, അല്ലെങ്കിൽ എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 3. ക്ലിയർ ആണത്. ക്ലിയർലി നമുക്കിത് പ്രൂവ് ചെയ്തെടുക്കാം. 3 പ്രൈം ആണെങ്കിൽ, അല്ല, ഈ 3 ഡിവൈഡ്സ് എ ആണെങ്കിൽ, ഈ 3 ഡിവൈഡ്സ് എ അല്ലെന്ന് വിചാരിക്കുക. 3 ഡസ് നോട്ട് ഡിവൈഡ് എ. അങ്ങനെയാണെങ്കിലോ 3 ഡസ് നോട്ട് ഡിവൈഡ് എ ആണെങ്കിൽ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. ദെൻ ബൈ ഫെർമാറ്റ്സ് തിയറം നമുക്ക് എന്താ എഴുതാം, എ റേസ് ടു പി മൈനസ് 1 അല്ലേ, റേസ് 3 മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി, അപ്പോൾ 1 മോഡ് 3 എന്ന് വെച്ചാൽ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3. നമ്മൾക്ക് വേണ്ടത് എന്താ ഇക്വേഷനാണ്, എ റേസ് ടു 7 വേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡും പവർ 3 കൊടുക്കുക, ക്യൂബ് ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ ഇവിടെ എ റേസ് ടു 6 വരും, ഇവിടെ 1 ക്യൂബ് 1 തന്നെ, 1 മോഡ് 3. ഇനി ഇവിടെ 7 ആക്കാൻ എന്ത് ചെയ്യണം, എ കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 3 എന്നിട്ട് നമുക്ക് വേണ്ട ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇക്വേഷൻ 1 എടുക്കുക, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എന്താ, ഇനി എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാം, ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. 7 ഈസ് പ്രൈം if 7 divides a, 7 divides a, 7 divides a ആണെങ്കിൽ then 7 divides a raised to 9, 9 ആണോ, raised to 7 എന്ന് വെച്ചാൽ 7 divides a raised to 7 minus a എന്ന് വെച്ചാൽ a raised to 7 congruent to a mod 7 ക്ലിയർലി കിട്ടും. ഇനി if 7 does not divide a, then by Fermat's theorem നമുക്ക് എന്ത് എഴുതാം, a raised to p minus 1 അല്ലേ, 7 minus 1 congruent to 1 mod p, 1 mod 7. അതായത് a raised to 6 congruent to 1 mod 7. രണ്ട് സൈഡും എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7 എന്ന് കിട്ടും. ഇക്വേഷൻ 3. ഇപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം 3ഉം ഒന്നുകൂടി എടുത്തെഴുതുക. 1 2 3 എന്തൊക്കെ ഇംപ്ലൈ ചെയ്യുന്നത്, എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 2, എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 3, എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7. ഇത് മൂന്നും കൂടി എന്ത് ഇംപ്ലൈ ചെയ്യും, എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 2 ഇൻറ്റു 3 ഇൻറ്റു 7, അതായത് എ റേസ് ടു 7 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 42 ഫോർ എവരി എ. അവരുടെ പ്രോബ്ലം കഴിഞ്ഞു.